പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. വചനവിസ്മയം 12-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ക്രിസ്തീയ വിശ്വാസത്തിന് അടിസ്ഥാനവും വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവിക വെളിപാടിൻ്റെ ഉള്ളടക്കവുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം ധ്യാന വിഷയമാക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ത്രിത്വരഹസ്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവിക വെളിപാടിൻ്റെ ഉള്ളടക്കവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ്. ഇവ നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാം. ത്രിത്വരഹസ്യത്തിൻ്റെ പൊരുൾ: പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എങ്ങനെ? ത്രിയേക ദൈവവിശ്വാസം നമ്മുടെ പ്രായോഗിക ജീവിതത്തിന് നൽകുന്ന സന്ദേശങ്ങൾ എന്നീ 3 പ്രധാന കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മുടെ പരിചിന്തനത്തിനും ധ്യാനത്തിനും വിഷയമാക്കുന്നത്. ഒന്നാമതായി, ത്രിത്വരഹസ്യത്തിൻ്റെ പൊരുളിനെക്കുറിച്ച് ദൈവത്തിൻ്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ധ്യാന വിഷയമാക്കാം. ദൈവം മനുഷ്യനായി മനുഷ്യ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരോടൊത്ത് വസിച്ചുകൊണ്ട് സ്വയം വെളിപ്പെടുത്തുകയും മനുഷ്യരെ പഠിപ്പിക്കുകയും ചെയ്ത ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസ രഹസ്യമാണ് ത്രിത്വരഹസ്യം. യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ് ക്രിസ്തീയ വിശ്വാസത്തിന് അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. എന്താണ് ത്രിയേക ദൈവവിശ്വാസം? ദൈവം ഏകനാണെന്നും ഏക ദൈവത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ 3 ആളുകളുണ്ട് എന്നതുമാണ് ത്രിത്വവിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത്. പുതിയ നിയമത്തിൽ ഇത് വളരെ വ്യക്തമായി വെളിപ്പെടുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ, 9-ാം അധ്യായം 7-ാം വാക്യം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3:17, 28-20, ലൂക്ക 3:22, 24, 47 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ 1:29 മുതൽ 34 വരെ, 14, 13 മുതൽ 20 വരെ, 14, 23, 17-ാം അധ്യായം, അപ്പസ്തോല പ്രവർത്തനം 4, 30, 31, റോമ 16, 27 മുതലായ തിരുവചന ഭാഗങ്ങളിൽ ത്രിത്വരഹസ്യത്തെ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. യഹൂദർ ഏകദൈവ വിശ്വാസികളാണെങ്കിലും ദൈവത്തിൻ്റെ ഏകത്വത്തിനുള്ളിലെ ബഹുത്വത്തിന് പഴയ നിയമത്തിലും വ്യക്തമായ സൂചനകളുണ്ട്. ഉദാഹരണമായി ഉൽപ്പത്തി 1:1 മുതൽ 3 വരെ, 1:26, 18, 2 മുതൽ 20 വരെ, യെശയ്യാ 6:1 മുതൽ 3 വരെ മുതലായ തിരുവചന ഭാഗങ്ങൾ. ത്രിയേക ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലാണ് ഈ തിരുവചന ഭാഗങ്ങളിലെല്ലാം കാണുന്നത്. പരിശുദ്ധ ത്രിത്വത്തിലെ 3 ആളുകളും വ്യക്തമായി വെളിപ്പെടുന്നത് പുതിയ നിയമത്തിലാണ്. എന്നാൽ ത്രിത്വം എന്ന പദം ബൈബിളിൽ ഇല്ല. ത്രിത്വം എന്ന പദം വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ത്രിയേക ദൈവ രഹസ്യത്തെ സൂചിപ്പിക്കാൻ സഭയിൽ പിൽക്കാലത്ത് ഉപയോഗിച്ച ഒരു ദൈവശാസ്ത്രപരമായ പദമാണ്. പ്രത്യേകിച്ച് വിശ്വാസ വിപരീതികളുണ്ടായ സാഹചര്യത്തിൽ വിശ്വാസം അവികലമായി സംരക്ഷിച്ച് തലമുറകളിലേക്ക് കൈമാറുന്നതിനും ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിൽ ജീവിക്കുന്നതിനും പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള ശരിയായ അറിവും അനുഭവജ്ഞാനവും അനിവാര്യമാണ്. വിശുദ്ധ ഗ്രന്ഥം വെളിപ്പെടുത്തുന്ന ദൈവം ഒരു ത്രിത്വൈക കൂട്ടായ്മയാണ്. അവിടെ ഏകനാണ്, ഏകാകിയല്ല. ദൈവത്വത്തിലെ ഏകത്വം സൂചിപ്പിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തിനുള്ളിലെ ഒരുമ അഥവാ കൂട്ടായ്മയാണ്. യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെയും അവിടുത്തെ രക്ഷാകര പ്രവർത്തനങ്ങളെയും സഭയിൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും പാരമ്പര്യത്തിലൂടെയും അറിഞ്ഞ് ആരാധനയിലൂടെ അനുഭവിച്ച് സാക്ഷ്യ ജീവിതം നയിക്കുക
ഇതാണ് വിശുദ്ധ കത്തോലിക്ക സഭയിലെ പൗരസ്ത്യ സഭകളുടെ, പ്രത്യേകിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആധ്യാത്മിക ദൈവശാസ്ത്ര ദർശനവും പാരമ്പര്യവും. ദൈവശാസ്ത്ര ദർശനത്തിലും വിശ്വാസ പ്രബോധനത്തിലും ആരാധനാ രീതിയിലും പ്രായോഗിക ജീവിതത്തിലും വിശ്വാസം കൈമാറുന്നതിലുമെല്ലാം ഒരു ത്രിത്വൈക ശൈലിയും ഘടനയുമാണ് വിശുദ്ധ കത്തോലിക്ക സഭയിലെ പൗരസ്ത്യ പാരമ്പര്യങ്ങൾക്കുള്ളത്. നമ്മുടെ ഈ പൈതൃകത്തെക്കുറിച്ച് വ്യക്തമായ അറിവും ബോധ്യവും നമുക്കുണ്ടാകണം. നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവായതു മുതൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തിൽ നമ്മുടെ അമ്മമാർ നമ്മെ മുദ്ര കുത്തിയിട്ടുണ്ടാകും. ജനിച്ച നാൾ മുതൽ പല പ്രാവശ്യം മാതാപിതാക്കളും ബന്ധുക്കളും സ്നേഹിതരുമെല്ലാം നമ്മുടെ നെറ്റിയിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തിൽ കുരിശു വരച്ചിട്ടുണ്ടാകും. നമ്മുടെ കുഞ്ഞു വിരലുകൾ കൂട്ടിപ്പിടിച്ച് കുരിശു വരയ്ക്കാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടാകും. തിരുസഭയിൽ അംഗമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതോടെ ത്രിയേക ദൈവത്തോടുള്ള നമ്മുടെ സജീവവും യഥാർത്ഥവുമായ വ്യക്തിബന്ധം ആരംഭിക്കുന്നു. അവിടുത്തെ ആന്തരിക ചൈതന്യത്തിൽ അഥവാ ജീവനിൽ നാം പങ്കുകാരാവുകയും ത്രിയേക ദൈവം നമ്മിൽ വന്ന് വാസമുറപ്പിക്കുകയും ചെയ്യുന്നു. മാമോദീസായിലൂടെ ദാനമായി ലഭിക്കുന്ന ഈ വിശ്വാസവും ദൈവിക ജീവനും നാം സ്വീകരിച്ച് വളർത്തി പരിപോഷിപ്പിക്കണം. ശരിയായ മതബോധനവും നിരന്തരമായ തിരുവചന ധ്യാന പഠനവും സഭയുടെ കൂദാശകളിലുള്ള, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ സജീവ പങ്കാളിത്തവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹക്കൂട്ടായ്മയിൽ അനുദിനം വളരുന്നതിനും നിലനിൽക്കുന്നതിനും നമ്മെ സഹായിക്കുന്നു. ത്രിയേക ദൈവം ഒരാശയമോ സഭയുടെ കേവലം ഒരു പഠിപ്പിക്കലോ അല്ല, പിന്നെയോ മനുഷ്യ ചരിത്രത്തിലുള്ള ദൈവത്തിൻ്റെ ഇടപെടലും ചരിത്രത്തിൽ ഇടപെട്ടുള്ള ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലുമാണ്. ദൈവം മനുഷ്യനായി മനുഷ്യ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരോടൊത്തു വസിച്ചുകൊണ്ടാണ് ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വെളിപാട് നമുക്ക് നൽകിയത്. മനുഷ്യ ചരിത്രത്തിലുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണ് ത്രിത്വരഹസ്യം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, മനുഷ്യരുടെ പക്കലേക്ക് നീളുന്ന ദൈവപിതാവിൻ്റെ ഇരു കരങ്ങളാണ് ത്രിത്വരഹസ്യം. നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് നയിക്കുന്ന ദൈവപിതാവിൻ്റെ ഇരു കരങ്ങളാണ് പുത്രനും പരിശുദ്ധാത്മാവും. നമ്മിലേക്ക് നീളുന്ന ദൈവപിതാവിൻ്റെ ഈ ഇരു കരങ്ങളാകുന്ന സ്നേഹവലയത്തിലാണ് നാം ജീവിക്കുന്നത്. മഹോന്നതനും സർവശക്തനും സ്നേഹനിധിയുമായ ഈ ദൈവപിതാവിൻ്റെ സ്നേഹവലയത്തിലാണ് നാം സുരക്ഷിതരായി സംരക്ഷിക്കപ്പെട്ട് പരിപാലിച്ച് നയിക്കപ്പെടുന്നത്. പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാളുകളും സാരാംശത്തിൽ അഥവാ സത്തയിൽ തുല്യരാണ്, സമന്മാരാണ്. എന്നാൽ മൂവരും വ്യത്യസ്തരാകുന്നത് അവരുടെ പ്രവർത്തനത്തിലാണ്. പിതാവ് ജനകനാണ്, എല്ലാറ്റിൻ്റെയും ആദി കാരണവും. പുത്രൻ ജനിച്ചവനാണ്, പിതാവിൻ്റെ ചിത്തത്തിൽ നിന്ന് അഥവാ ഇച്ഛയിൽ നിന്ന് ജനിച്ചവനാണ് പുത്രൻ. അനാദിയിലെ പിതാവിനോടൊത്തുള്ള പിതാവിൻ്റെ ചിത്തത്തിൽ നിന്ന് ജനിച്ച വചന വെളിച്ചമാണ് പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ. ഉൽപ്പത്തി 1:3, യോഹന്നാൻ 1:4-5 വാക്യങ്ങൾ. പുത്രനിലൂടെയാണ് പിതാവും പരിശുദ്ധ റൂഹായും അറിയപ്പെടുന്നത്. അതിനാൽ പുത്രനെ വചന വെളിച്ചമെന്ന് വിളിക്കുന്നു. അതായത് പുത്രൻ തമ്പുരാൻ വെളിപാടിൻ്റെ വെളിച്ചമാണ്. വചനമായ പുത്രനിലൂടെയാണ് പിതാവ് സമസ്തവും സൃഷ്ടിച്ചതും തൻ്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങളെല്ലാം നിർവഹിച്ചതും. അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച വചനമായ പുത്രൻ തമ്പുരാൻ കാലത്തിൻ്റെ തികവിൽ മനുഷ്യനായി അവതരിച്ചു. യോഹന്നാൻ 1:14, എബ്രായർക്കെഴുതിയ ലേഖനം 1:1-3 വരെയുള്ള വാക്യങ്ങൾ. ഈ പുത്രൻ തമ്പുരാനെക്കുറിച്ച് വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ ഏകപുത്രനും
സർവ്വലോകങ്ങൾക്ക് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും, ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും, സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും, സർവ സൃഷ്ടിക്കും ഹേതുവായവനും, മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസായ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വലിയ മഹത്വത്തോടെ വീണ്ടും വരുവാനിരിക്കുന്നവനും ഏക കർത്താവുമായ യേശു മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിലെ 3-ാമത്തെ ആളായ പരിശുദ്ധ റൂഹാ തമ്പുരാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ടവനാണ്. പുത്രൻ പിതാവിൽ നിന്ന് ജനിച്ചവൻ, പരിശുദ്ധ റൂഹ പിതാവിൽ നിന്ന് പുറപ്പെട്ടവൻ. ദ സൺ ഈസ് ബോൺ ഫ്രം ദ ഫാദർ, ദ ഹോളി സ്പിരിറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ ഫാദർ. പിതാവായ ദൈവത്തിൻ്റെ ശക്തിയും ചൈതന്യവുമാണ് പരിശുദ്ധ റൂഹ. വചനത്തിലൂടെയുള്ള പിതാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കുന്നവനും എല്ലാം പൂർത്തിയാക്കുന്നവനും പരിശുദ്ധ റൂഹായാണ്. പിതാവും പുത്രനും നമ്മിൽ അധിവസിക്കുന്നതും പരിശുദ്ധ റൂഹ വഴിയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ സ്ഥിതി ചെയ്യുന്നു. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത്, സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനും ജീവനും പരിശുദ്ധിയുമുള്ള ഏകറൂഹ എന്നാണ്. അടുത്തതായി നമുക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് നമ്മിൽ ഇടപെടുന്നത് എങ്ങനെയെന്ന് നമുക്ക് ചിന്തിക്കാം. ലളിതമായി പറഞ്ഞാൽ, എങ്ങനെയാണോ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഇരു കരങ്ങളും കൊണ്ട് മാറോടണച്ച് തലോടുകയും പരിചരിക്കുകയും ചെയ്യുന്നത്, അപ്രകാരം ദൈവപിതാവ് തൻ്റെ ഇരു കരങ്ങളാലും നമ്മെ ആശ്ലേഷിക്കുകയും പരിപാലിച്ചു നയിക്കുകയും നമ്മിലും നമ്മുടെ ഇടയിലും കർമ്മനിരതനാവുകയും ചെയ്യുന്നു. വചനാധിഷ്ഠിതമായ ദൈവശാസ്ത്ര ചിന്തയുടെ പിൻബലത്തോടെ പറഞ്ഞാൽ, ദൈവപിതാവ് തൻ്റെ ആത്മാവിനാൽ നമ്മിലും നമ്മുടെ ചരിത്രത്തിലുമെല്ലാം ഇടപെടാൻ വഴിയൊരുക്കും. തൻ്റെ വചനത്തിലൂടെ അഥവാ പുത്രനിലൂടെ എല്ലാം പ്രവർത്തിക്കും. പുത്രനിലൂടെ നിർവഹിച്ചത് പരിശുദ്ധാത്മാവിലൂടെ പൂർത്തിയാക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിലൂടെ നമ്മിലും നമ്മുടെ ചുറ്റുമുള്ള രൂപരഹിതമായ അവസ്ഥകളെ രൂപപ്പെടുത്തിയ ശേഷമേ ദൈവം തൻ്റെ വചനത്തിലൂടെ അഥവാ പുത്രനിലൂടെയുള്ള തൻ്റെ പ്രവൃത്തി നമ്മിൽ ആരംഭിക്കുകയുള്ളൂ. പുത്രനിലൂടെ നമ്മിൽ ആരംഭിച്ചത് പരിശുദ്ധാത്മാവിലൂടെ പൂർത്തിയാക്കുകയും ചെയ്യും. ഇത് നമ്മുടെ ചിന്ത കൊണ്ടോ ബുദ്ധി കൊണ്ടോ മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ദിവ്യരഹസ്യമല്ല. ത്രിത്വരഹസ്യത്തെക്കുറിച്ചുള്ള ശരിയായ അറിവും ആഴമായ വിശ്വാസവും പരിശുദ്ധ ത്രിത്വത്തിലെ മൂവരോടുമുള്ള ശരിയായ ആത്മബന്ധവും നിരന്തര ധ്യാനവും പ്രാർത്ഥനയും അത്യാവശ്യമാണ്. ത്രിത്വരഹസ്യത്തെ ശരിയായി മനസ്സിലാക്കി പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലെ സൗഭാഗ്യ ജീവിതം നയിക്കുന്നതിന് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള നിരന്തര ധ്യാനത്താലും പ്രാർത്ഥനയാലും മാത്രമേ നമുക്ക് ഈ ദിവ്യരഹസ്യം ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. മിസ്റ്റിക്കൽ ധ്യാനവും തപസ്സിൻ്റെ അരൂപിയും സമന്വയിപ്പിച്ച ഒരു ധ്യാനാത്മക ജീവിത ശൈലിയും അനിവാര്യമാണ്. അതോടൊപ്പം ശരിയായ ആത്മീയ പുരോഗതി കൈവരിച്ച് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആത്മമിത്രങ്ങളും കൂട്ടുവേലക്കാരുമായി തിന്മയെ കീഴടക്കി തിരുഹിതമനുസരിച്ച് ജീവിച്ച് ദൈവിക പദ്ധതി പൂർത്തീകരിക്കുന്നതിനും ഈ ഒരു ജീവിത ശൈലി നമ്മെ സഹായിക്കും. അടുത്തതായി, ത്രിയേക ദൈവ വിശ്വാസം നമ്മുടെ പ്രായോഗിക ജീവിതത്തിന് നൽകുന്ന പ്രധാന സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. ത്രിത്വരഹസ്യം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാകയാൽ
പരിശുദ്ധ ത്രിത്വത്തിനുള്ളിലെ ഒരുമ അഥവാ കൂട്ടായ്മ ക്രിസ്തീയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രതിഫലിക്കണം. അതായത് പരിശുദ്ധ ത്രിത്വത്തിനുള്ളിലെ സ്നേഹ കൂട്ടായ്മ സഭയിലും സമൂഹത്തിലും കുടുംബങ്ങളുടെ ഉള്ളറകളിലും സന്യാസ ഭവനങ്ങളിലുമെല്ലാം പ്രതിഫലിക്കണം. അതിനായി ത്രിത്വരഹസ്യം നമ്മുടെ പ്രായോഗിക ജീവിതത്തിന് നൽകുന്ന താഴെ പറയുന്ന പ്രധാന സന്ദേശങ്ങൾ നിരന്തര ധ്യാനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഒന്നാമതായി, പരിശുദ്ധ ത്രിത്വത്തിന് നമ്മോടുള്ള ആത്മബന്ധത്തെയും അവിടത്തോട് നമുക്കുണ്ടാകേണ്ട ആത്മബന്ധത്തെയും തിരിച്ചറിഞ്ഞ് ഈ അറിവിലും അനുഭവത്തിലും വളർന്ന് അങ്ങുമായുള്ള സ്നേഹ ഐക്യത്തിൽ നാം ജീവിക്കണം. രണ്ടാമതായി, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള പരസ്പരം ആത്മദാനം ചെയ്യുന്ന നിസ്വാർത്ഥ സ്നേഹവും ആത്മബന്ധവും ഒരുമയും നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ സഭയിലും സമൂഹത്തിലും കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും സന്യാസ ഭവനങ്ങളിലുമെല്ലാം പ്രതിഫലിക്കണം. 3, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരു മനസ്സും ഒരു ലക്ഷ്യവും ഒരാഗ്രഹവും ഉണ്ടായിരുന്നതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും സന്യാസ ഭവനങ്ങളിലും സഭ മുഴുവനിലും ഒരു മനസ്സും ഒരു ലക്ഷ്യവും ഒരു ആഗ്രഹവും ആയിത്തീരണം. 4, ത്രിയേക ദൈവം തനിക്കുള്ളതും തന്നെ തന്നെയും ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് പുറത്ത് പാപികളായ നമ്മളുമായി പങ്കുവയ്ക്കുന്നത് പോലെ നാമും നമുക്കുള്ളതും നമ്മെ തന്നെയും നമ്മുടെ കുടുംബത്തിനും കൂട്ടായ്മയ്ക്കും പുറത്തുമുള്ളവരുമായും പങ്കുവയ്ക്കണം. 5, ത്രിയേക ദൈവത്തെ ആഴത്തിൽ അടുത്തറിയുകയും സ്നേഹിക്കുകയും ചെയ്ത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആത്മമിത്രങ്ങളും കൂട്ടുവേലക്കാരുമായി സഭാത്മകമായ ജീവിതം നയിക്കണം നാം. അതിനായി നമ്മുടെയും മറ്റനേകരുടെയും ഹൃദയങ്ങളിൽ പരിശുദ്ധ ത്രിത്വത്തിന് വാസയോഗ്യമായ ഭവനമൊരുക്കണം. ഭവനമൊരുക്കിയാൽ മാത്രം പോരാ, മനുഷ്യ ഹൃദയങ്ങൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അധിവാസ ഭവനങ്ങളാണെന്ന വ്യക്തമായ ബോധ്യത്തോടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആത്മമിത്രങ്ങളും കൂട്ടുവേലക്കാരുമായി ജീവിക്കണം. പരിശുദ്ധ ത്രിത്വത്തിലെ 3 ആളുകളുമായി വ്യക്തിപരമായി ബന്ധപ്പെടണം. അമ്മ കുഞ്ഞ് ബന്ധം പോലുള്ള ഊഷ്മളമായ ഒരാത്മബന്ധം പുലർത്തുകയും വേണം. ഉള്ളിനുള്ളിൽ അവിടുത്തെ സാന്നിധ്യം നാം അനുഭവിച്ചറിയണം. പരിശുദ്ധ ത്രിത്വത്തിലെ മൂവരോടും നിരന്തരം ദിവ്യ സംസർഗം പുലർത്താനും ആത്മസല്ലാപത്തിലേർപ്പെടാനും സഖിത്വത്തിലും സഹവാസത്തിലുമായിരിക്കാനും ശ്രദ്ധിക്കണം. അന്തരാത്മാവിനുള്ളിൽ ത്രിയേക ദൈവത്തോടൊത്തു വസിച്ച് നിരന്തര ധ്യാനത്തിലൂടെ താബോർ അനുഭവത്തിലേക്ക് ഉയരണം. അവിടുത്തെ കൂട്ടുവേലക്കാരായി താബോറിൽ നിന്ന് താഴ്വരകളിലേക്ക് ഇറങ്ങി നമുക്ക് ചുറ്റുമുള്ളവരെയും ലോകത്തെ മുഴുവനും രൂപാന്തരീകരിച്ച് ത്രിയേക ദൈവത്തോട് ഐക്യപ്പെടുത്തുകയും ചെയ്യണം. ഇക്കാര്യങ്ങൾ മനസ്സിലും ചിന്തയിലും ഉറപ്പിച്ച് എന്നും അല്പസമയമെങ്കിലും തൃപ്പാദത്തിലിരുന്ന് നാം ധ്യാനിച്ചാൽ അവിടുത്തെ ആത്മമിത്രങ്ങളും കൂട്ടുവേലക്കാരുമായി വളരുന്നതിനും ഇടയാകും. ധ്യാനത്തിലൂടെ ഉള്ളിനുള്ളിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുസാന്നിധ്യം അനുഭവിച്ചറിയാൻ സാധിച്ചാൽ അവർണ്ണനീയമായ ആന്തരിക സമാധാനവും ആത്മീയ ആനന്ദവും അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ഈ ബോധ്യത്തിൽ വളരാനും അനേകർക്ക് ഈ ബോധ്യം പകർന്നു നൽകാനും നമുക്ക് പരിശ്രമിക്കാം. ഒരു നിമിഷം തൃപാദത്തിലിരുന്ന് സർവശക്തനായ ദൈവത്തോട് ധ്യാനപൂർവം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ത്രിത്വരഹസ്യത്തെ അടുത്തറിയാനും അനുഭവിക്കാനും ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിൽ വസിക്കാനും ഞങ്ങളെ സഹായിച്ചനുഗ്രഹിക്കണമേ. പരിശുദ്ധ ത്രിത്വത്തിനുള്ളിലെ ഒരുമയും സ്നേഹ കൂട്ടായ്മയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സഭയിലും സമൂഹത്തിലും കുടുംബങ്ങളുടെ ഉള്ളറകളിലും സന്യാസ ഭവനങ്ങളിലുമെല്ലാം പ്രതിബിംബിക്കുവാൻ
ഇടയാക്കണമേ നാഥ. കർത്താവേ, അമ്മ കുഞ്ഞ് ബന്ധം പോലെ ഒരാത്മബന്ധം പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാളുകളോടും പുലർത്താനും ഞങ്ങളെ സഹായിച്ചനുഗ്രഹിക്കണമേ. ഈ അഭിവാഞ്ച എല്ലാവരിലും ഉണർത്തണമേ നാഥ. ത്രിത്വരഹസ്യം പ്രായോഗിക ജീവിതത്തിന് നൽകുന്ന എല്ലാ സന്ദേശങ്ങളും ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ഞങ്ങളെ സഹായിച്ചനുഗ്രഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.